യങ് ഫിലിം ഡയറക്ടേഴ്സിന്റെ സിനിമകൾ ഇപ്പം അത് ഭയങ്കരമായിട്ട് ഹിറ്റ് ആവുന്നുണ്ട്. ഇപ്പം ഈ പറയുന്ന ഓഡിയൻസിന്റെ പൾസ് അറിയാൻ അങ്ങനെ അവർക്ക് പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷന് അവർ അക്സെപ്റ്റ് ചെയ്യുന്ന സിനിമ വേണമെങ്കിൽ അവരെ മനസ്സിലാക്കുന്ന അത്തരത്തിലുള്ള കഥകളുമായിട്ട് വരണം എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഇപ്പോൾ ഇത് നമ്മൾ വിഷ്വൽ ലാംഗ്വേജ് നമ്മളിങ്ങനെ ഡെയിലി സ്ക്രോളൊക്കെ ചെയ്ത് പിന്നെ എന്താ റീൽസും പരിപാടികളൊക്കെ കണ്ടിട്ട് നമുക്ക് അത്രത്തോളം നമ്മുടെ തലയിൽ വിഷ്വലുകളുടെ പെരുമഴയാണുള്ളത്. നമുക്ക് എന്തെങ്കിലും പുതിയതായി കൊടുക്കാതെ ആൾക്കാർ നിങ്ങളെ വലിയൊരു പോപ്പുലർ ഏരിയയിൽ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ സ്ഥിരം ഈ പരിപാടികളൊക്കെ നമ്മൾ കണ്ട മറ്റേ വർഷം മുമ്പുള്ള സിനിമകൾ പോലെ തന്നെ സിനിമകൾ ഇറങ്ങിയിട്ട് ഇനി വർക്കാവും തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? ഇല്ല, വർക്കാവാറും ഇല്ല. ഇപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് പരിഷ്കരിക്കേണ്ടി വരും. ആൾക്കാർ കുറച്ചും കൂടെ നോളജുള്ള ആവേണ്ടി വരും. അത് ഈ പൾസ് അറിയുന്ന കാര്യം പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ സ്കാൻ ചെയ്യാറുണ്ടോ, നോക്കാറുണ്ട്? എങ്ങനെയാണ് റിവ്യൂസ് അല്ലെങ്കിൽ ഈ ജനറൽ പബ്ലിക് കമൻസ് വരാൻ? ഞാൻ ഫുൾ ടൈം ഇങ്ങനെ സോഷ്യൽ മീഡിയ നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇടപെടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള മനുഷ്യനാണ്. ഒബ്സർവ് ചെയ്യും. അപ്പോൾ അതൊക്കെ നോക്കാറുണ്ട്. പക്ഷേ ഇതിനെ നമുക്ക് ഇങ്ങനെയൊന്നും അങ്ങനെ മറ്റേ സോഷ്യൽ മീഡിയയിലുള്ളത് പോലെ തന്നെ ആവണമെന്നില്ല മൊത്തം എല്ലാവരുടെയും റെസ്പോൺസൊക്കെ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പം എല്ലാം അങ്ങനെ മറ്റേ സമൂഹത്തിൻ്റെ പരിച്ഛേദമൊന്നുമല്ല സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയും കൂടി അറിയണം നമ്മൾ എന്നുള്ളതേ ഉള്ളൂ. ഈ പൾസ് അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തോന്നലാണല്ലോ. ഇത് ഇപ്പോൾ ആരും ഇതാണ് ജനങ്ങളുടെ പൾസ്, ഇവർക്ക് ഇത് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ഒരു പുതിയൊരു സാധനം ഉണ്ടാവണം. ഇത് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളതിലാണ് ഒരു പുതിയ ഐറ്റം ഉണ്ടാകുന്നത്. അല്ലാതെ ഇത് ജനങ്ങൾക്ക് ഇതാണ് ആവശ്യം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ പാളിയിട്ടേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് അതൊരു 10 വർഷം മുമ്പുള്ള ചർച്ചകളുടെ മെയിൻ പരിപാടി അതായിരുന്നു, ജനങ്ങളുടെ പൾസ് അറിയണമെന്ന്. ജനങ്ങളുടെ പൾസ് അല്ല അറിയേണ്ടത്. നിങ്ങൾ കൊടുക്കുന്ന കാര്യം നല്ല സാധനമായി കഴിഞ്ഞാൽ ജനങ്ങൾ എന്തായാലും അത് കാണും. അത് പുതിയ എക്സ്പീരിയൻസ് ആണ് അവർക്ക്, അതാണ് പൾസ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ മേക്കേഴ്സാണ് ശ്രദ്ധിക്കേണ്ടത്, ജനങ്ങളൊന്നുമല്ല. മേക്കേഴ്സ് നല്ല സിനിമകൾ കൊടുക്കുക എന്നുള്ളതാണ്. അത് മാറിക്കൊണ്ടിരിക്കുന്നത് അവരെ നമ്മൾ ഇതിൻ്റെ കൂടെ സാക്ഷരത സിനിമ കാണാൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. നമ്മൾ സിനിമ പുതിയതായിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ സിനിമകൾ ഇപ്പം പിന്നെ എന്താ പ്രമേഹം പോലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ അടുത്ത കാലത്ത് കാണേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടുണ്ടോ ആൾക്കാർ? അത് കാണിക്കുന്നതിൽ നമ്മൾ ആ ആക്സെപ്റ്റൻസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മളെ സിനിമ എന്നുള്ള രീതിയിൽ നമ്മളുടെ മലയാളി ഓഡിയൻസിൻ്റെ ആക്സെപ്റ്റൻസിൻ്റെ ഒരു പരിധി നമ്മൾ വലുതാക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഇത് പഠിപ്പിച്ചിട്ട് തന്നെ മനസ്സിലാക്കണം, എന്നാലേ പുതിയ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മേക്കേഴ്സ് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലാതെ ജനങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ പറയല്ല. പക്ഷേ നല്ല സിനിമകൾ ഉണ്ടാകുന്നതിന് മറ്റേ ആൾക്കാരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓഡിയൻസ് മോശമാണെന്നൊക്കെ പറയുന്ന അതിലൊരു അർത്ഥമില്ല എന്നാണ് തോന്നുന്നത്. ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യും. നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾ കണ്ടെത്തിയാൽ മതി. എന്തായാലും എല്ലാവർക്കും ഓഡിയൻസും ഉണ്ട്.